ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എവർഗ്രീൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കുടുംബശ്രീയിൽ ക്രിസ്തുമസ് സെലിബ്രേഷൻ നടത്തിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്രിസ്തുമസായിട്ട് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ കൊച്ചുമക്കളും അമ്മച്ചിമാരും ഭർത്താക്കന്മാരും എല്ലാവരും കൂടിയാണ് ഫാമിലി ആയിട്ടാണ് സെലിബ്രേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല റെഡ് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ്, പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് മുറിക്കലാണ്. അപ്പോൾ പിള്ളേരൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെക്കൊണ്ട് മുറിപ്പിക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ പിള്ളേരെ കൊണ്ട് തന്നെ മുറിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവർ കാലത്തേ മുതൽ അതിൻ്റെ ഓരോ പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാനും പുൽക്കൂട് ഉണ്ടാക്കാനും എല്ലാത്തിനും ഫുള്ളും അവർ തന്നെയായിരുന്നു ഒക്കെ ഇതിന് നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ പരിപാടി നടത്തിയത്. അപ്പോൾ നല്ല ലൈറ്റും ക്രിസ്തുമസിൻ്റെ ആ ഒരു വൈബൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ പിള്ളേർ കേക്ക് മുറിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങളും കേക്ക് മുറിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഷെയർ ചെയ്തു കിട്ടാം. അപ്പോൾ അമ്മച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ സെലിബ്രേഷൻ നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവരൊക്കെ നിൽക്കണേ കേട്ടോ. അപ്പോൾ അവരൊക്കെ നേരത്തെ വന്നു എല്ലാ പ്രോഗ്രാമിനും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ നടത്തുമ്പോൾ നമ്മുടെ അമ്മച്ചിമാരെയും മക്കളെയൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ, അവർക്കായാലും അതൊരു പ്രത്യേക സന്തോഷമല്ലേ, ഓരോ ഓർമ്മകളല്ലേ നമുക്കിതൊക്കെ. ഇനിയിപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും കൊറോണയും വെള്ളപ്പൊക്കമൊക്കെ അല്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്നാലും ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും കേക്ക് മുറിച്ച് കൈമാറിയതാണ് കേട്ടോ. പിന്നെ മറ്റേ നമ്മുടെ പുഡിങ് കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മുറിച്ച എല്ലാവർക്കും കേക്ക് കൊടുത്തു, വൈനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാംസാണ്. ഇവരാണ് നമ്മുടെ ഡാൻസിങ് ടീം. എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അവർ നേരത്തെ ഡാൻസൊക്കെ പഠിച്ച് സെറ്റപ്പായിരിക്കും. പാട്ട് വെച്ച് കൊടുത്താൽ മതി, അവർ കളിച്ചോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഫാമിലി മീറ്റിലൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർക്ക് സഭാകമ്പം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് മാറിക്കിട്ടും. പിന്നെ കുറച്ച് പേര് ഒറ്റയ്ക്ക് കളിക്കാൻ മടി. അപ്പോൾ എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കളിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പുറത്തായാലും പ്രോഗ്രാംസ് അവതരിപ്പിക്കാനൊക്കെ ഒരു പ്രാക്ടീസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തൊരു പരിപാടി നടത്തുന്നുണ്ടെങ്കിലും കുട്ടികളെ കൊണ്ട് അവർക്ക് കഴിയണ പ്രോഗ്രാംസൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി. ഇവർ കളിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവണത് ഇത് ഇത്രയും വലിയ കലാകാരന്മാരും കലാകാരികളൊക്കെ ആയിരുന്നു എന്നുള്ളത്. എല്ലാവരുടെയും കഴിവ് തെളിയിക്കാനൊരു അവസരമാണിത്. ഇത് ഞങ്ങളുടെ കുടുംബശ്രീയിലെ വാഹനമ്പാടിയാണ്. അപ്പോൾ അവളൊരു പാട്ട് പാടി, പിന്നെ പാട്ട് അറിയണവരും അറിയാത്തവരും എല്ലാവരും പാടി. പിന്നെ സിനിമ പേര് പറയൽ, അങ്ങനത്തെ ചെറിയ ചെറിയ കളികളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാത്തിലും പങ്കെടുക്കാത്തവരെയൊക്കെ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു കേട്ടോ. അങ്ങനെ പരിപാടി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗ്രൂപ്പ് സോങ്ങാണ്. അപ്പോൾ ഇത് പാട്ട് ടീമാണ്. പാട്ട് പാടാൻ അറിയണവരും അറിയാത്തവരും എല്ലാവരും കൂടി നിന്നാണ് പാടുന്നത്. ഇവരൊക്കെ ഒരുവിധം പാട്ടുകാരെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി പാട്ടായിരുന്നു. പാടി കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇത്രയും പാട്ട് പാടാൻ കഴിവ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡാൻസായി. അപ്പോൾ പാട്ട് വെച്ച് എല്ലാവരും കൂടി ഡാൻസാണ്. ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ മടിച്ച് നിന്ന് കുറച്ച് പേര് പിന്നെ കളിക്കുന്ന കണ്ടപ്പോൾ അവരും വന്നു. എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായി. പിന്നെ കുട്ടികൾ പിന്നെ പൊരിഞ്ഞ കളിയാണ്. അപ്പോൾ പിന്നെ നമ്മളും അവരെ കൂടെ കളിക്കണം. നമുക്ക് സ്റ്റെപ്പുകൾ വലിയ വശമില്ലെങ്കിലും പിള്ളേർ കളിക്കുന്നത് കണ്ടിട്ട് നമ്മൾ അത്യാവശ്യം ഡാൻസൊക്കെ പഠിച്ച് കളിച്ച് തുടങ്ങി. അങ്ങനെ അടിപൊളി പരിപാടിയായിരുന്നു. എന്തായാലും ക്രിസ്തുമസിന് എല്ലാവരും കൂടി ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എല്ലാവർക്കും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടൊരു കരോള് പോയി. അത് പിന്നെ പറയണ്ടല്ലോ, ഞാനായിരുന്നു ക്രിസ്മസ് പാപ്പ. പിള്ളേർ എവിടെ നിൽക്കേണ്ടതെന്ന് രൂപം ഉണ്ടായില്ല. നല്ല എനർജി ആയിരുന്നു പിള്ളേർക്കൊക്കെ. ഫുഡൊക്കെ കഴിച്ച് വെള്ളയപ്പം ചിക്കൻ കറിയും അങ്ങനെ ചെറിയൊരു ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കരോള് പോയതാണ്. എല്ലാ വീടുകളിലും കയറി. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അടുത്ത കൊല്ലം ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കാനും എന്തെങ്കിലും കമൻസൊക്കെ ഇടാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത കൊല്ലം നമുക്ക് ഇതേപോലെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെയും എൻ്റെ കൂട്ടുകാരെയും നിങ്ങളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.